ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ അതിന് തയ്യാറെടുപ്പ് നിന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ കാലേകമ്മലൊക്കെ ഇട്ടിട്ടാണ്. ഞാൻ പ്രത്യേകം ഒരുക്കമൊന്നും ചെയ്യൂല. ഒരു ചെറിയ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് കാര്യം എഴുതി ഐലൈനർ ചെയ്ത് പൊട്ടും. മറ്റേ അൾത്തണക്കൊക്കെ യെല്ലോ ബ്ലൂ അങ്ങനെയൊക്കെ ഇടൂലേ മുത്ത. അപ്പോൾ അതാ ദേവക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഇങ്ങനെ പുറത്തൊക്കെ പോയി മിഠായിക്ക് മേടിച്ച് തിന്നുന്നതാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ക്രാഫ്റ്റിൻ്റെ സാധനമൊക്കെ മേടിക്കാനാണ് ഇഷ്ടം കേട്ടോ. കൂടുതലത് അതാണ് ഇഷ്ടം. ഇന്നലെ രാത്രിയാണ് നമ്മൾ സ്ഥലത്ത് പോയിട്ട് വന്നപ്പോൾ ഇവിടെ മിഠായി വേണമെന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. വാ ദേവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അവസാനം അവിടുത്തെ ഭയങ്കര കീറി വിളിയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഐസ്ക്രീം മേടിച്ചു കൊടുത്തപ്പോൾ നല്ല സന്തോഷമായതൊക്കെ കുറച്ച് കഴിച്ചോണ്ടിരുന്നേ. നല്ലതാണ്, നല്ലൊരു വാനില ഫ്ലേവർ ഐസ്ക്രീം ആയിരുന്നു അല്ലേ. കൊഞ്ചും ചുമ്മാ നല്ല രസം. ഇന്നലെ രാത്രി ഒരു അമ്പലത്തിലാണ് പോയിരുന്നത്, കണിയാപുരം. അപ്പോൾ ഇന്നലെ രാത്രി കണിയാപുരം അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ വീട്ടിൽ പായസമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ഒരു ക്രാഫ്റ്റ് ചെയ്തായിരുന്നു. ഇപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ നേരം കിട്ടിയില്ല. അതെന്തൊരു മിററായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തേക്ക് പുതിയതായിട്ട് എല്ലാവരും ചെയ്യിച്ചോണ്ടായിരിക്കും. ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിന് നന്നായിട്ട് പൊതിഞ്ഞിട്ട് മിറർ ഒട്ടിച്ച് അതിനെ ഡിസൈൻ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ. അതിൻ്റെ ബാക്കിൽ ഞാൻ ഡിസൈൻ ചെയ്ത് ബാക്കിൽ ഒരു ടേപ്പ് ഒട്ടിച്ചായിരുന്നു. അപ്പോൾ അത് എന്തോ വൃത്തികേടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ ഫുള്ള് ടേപ്പ് ഒട്ടിച്ച് കാണിച്ചു തരാവേ. കാണാത്തേക്ക് ഭംഗി തോന്നിക്കൂലെങ്കിൽ ചെയ്തു. ഇങ്ങനൊരു മിറർ വന്നിട്ട് ബ്ലാക്ക് ഇതാ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ മിറർ. സ്റ്റിക്കറൊക്കെ ഒടിച്ച് തെറ്റിച്ച് സാധനം എന്താണെന്ന് വെച്ചാൽ വേണ്ടേ ഇങ്ങനെ ഓറഞ്ച് യെല്ലോ അതിലിതാ ഞാൻ ഈ റെഡ് കളർ ഇട്ടിട്ട് ഈ ഐലൈനർ ഈ ലിപ്സ്റ്റിക്ക് ഐലൈനർ യൂസ് ചെയ്യും. ഇത്ര എഴുതുള്ളൂ. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം. ഷെയ്ഡാണ് ഗൈസ്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിലും ഇങ്ങനത്തെ പൊട്ടായിട്ടില്ല. ഇപ്പോൾ അല്ലാത്ത പൊട്ടിനെ ഇടൂല. പിന്നെ നമുക്കിപ്പോൾ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് കേട്ടാ. ആഴ്ചയൊക്കെ ഒരു ദിവസമൊക്കെ അല്ലേ ഷോപ്പൊക്കെ വിഷയമാണ്. പക്ഷെ ഓൾ ഡേയ്സ് സ്ഥലത്ത് പോവും. അമ്പലത്തിലോ ആശുപത്രിയിലോ അങ്ങനെ അല്ലെങ്കിൽ നാടകം കാണാൻ പോകാനോ പാർട്ടിക്കോ അങ്ങനെയൊക്കെ വല്ല സ്ഥലത്ത് പോകും. ഇപ്പോൾ പോകാൻ പോകുന്നത് ഹോസ്പിറ്റലിലാണ് കേട്ടോ. അമ്മാമ്മയ്ക്ക് കാല് വയ്യ, കാല് കാണിക്കാൻ കൊണ്ടായിരുന്നു. മറ്റേ കാട്ടാക്കട ഇന്നലെ നമ്മൾ കാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഫ്രണ്ട് സീറ്റിന് ഞാൻ ഇരുന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇത്ര പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ ആ ദേവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഫ്രണ്ട് സീറ്റ് ഒന്ന് ഇരിയടാ കൂട്ടീനാവട്ടെടാ, നല്ല സുഖം ഉണ്ടടാ, വിളിച്ചിട്ട് വരണ്ടേ. ഞാൻ ഫസ്റ്റ് കയറി ഇരുന്നപ്പോൾ എനിക്ക് സീറ്റ് ബെൽറ്റ് ഒന്നും ഇവിടെ അറിഞ്ഞിട്ടായിരുന്നു. ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ഡോറും തുറക്കാൻ പറ്റില്ല, സീറ്റ് ബെൽറ്റ് ഊരാൻ പറ്റില്ല. പിന്നെ ഡ്രൈവർ ഓടിച്ച മാനടുത്ത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കി എടുത്ത്. അപ്പോൾ ബായ് ഗൈസ്, വേറൊരു വീഡിയോയിൽ വരാവേ. ബായ്.